ഹൃദയപൂർവ്വം സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഓണത്തിനിറങ്ങിയ 4 സിനിമകളിൽ ഹൃദയപൂർവ്വം സിനിമയുടെ സ്ഥാനം എന്താണ് അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തമ്പനെയിലുകൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിവരമുള്ള ആരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ ഞാനും ചിന്തിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലാലേട്ടൻ്റെ സാൻഡി ക്യാരക്ടർ, സന്ദീപ് ബാലകൃഷ്ണനെ ചുരുക്കി ഈ സിനിമയിൽ സാൻഡി, അപ്പോൾ സാൻഡി ക്യാരക്ടറും അതേപോലെ ഇതിലെ മാളവിക മോഹനൻ്റെ കഥാപാത്രം ഹരിത, അതുകൂടാതെ ഇതിൽ സംഗീത മാധവൻ്റെ ദേവിക എന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അവർ ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ ചിന്തിക്കാനുള്ള സ്പേസ് പ്രേക്ഷകർക്ക് കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ കഥാകൃത്തുക്കളായ അഖിൽ സത്യൻ ആൻഡ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയ സോനു ടിപിയും ചേർന്നിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം സിനിമ എടുക്കാൻ. അതായത് നമ്മളൊരു സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അതിൽ കൂ പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടായി അത് കണ്ടു, അത് കുഴപ്പമില്ല. ഒരു സിനിമ കണ്ടാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പം തന്നെ ആ സിനിമ നമ്മളിൽ വിജയമാണ്, ഓരോ പ്രേക്ഷകരിലും വിജയമാണ്. പക്ഷെ അതിലും അപ്പുറം ആ കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുക, ആ കഥാപാത്രങ്ങളിലൂടെ കുറേ ചിന്തിക്കാനുള്ള ഒരു അവസരം ആ കഥയിലൂടെ തരിക എന്നൊക്കെ പറയുന്നത് വളരെ ബ്രില്യൻ്റായ ഒരു കാര്യം തന്നെയാണ്. അത് ശരിക്ക് വേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആ ഒരു കാര്യത്തിൽ ഈ സിനിമ വളരെ മികച്ച നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ സാൻഡി അഥവാ സന്ദീപ് ബാലകൃഷ്ണൻ, അതാണ് ലാലേട്ടൻ്റെ കഥാപാത്രം. അതേപോലെ മറ്റൊരു കഥാപാത്രം മാളവിക മോഹനൻ ഹരിത, പിന്നെ സംഗീത മാധവൻ്റെ ദേവിക. ഈ 3 കഥാപാത്രങ്ങളിലൂടെയും നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ 3 കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അത്ര ശരിയായ ബന്ധമല്ല. ഇതിൽ 2 കഥാപാത്രങ്ങൾ, അതായത് മാളവിക മോഹൻ്റെ ഹരിതയും അതേപോലെ ഈ സാൻഡിയും, ലാലേട്ടൻ്റെ സാൻഡിയും, ഈ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ തെറ്റായ ഒരു ലെവലിലാണ് സിനിമയിൽ പോകുന്നത്. തെറ്റായ ബന്ധമാണ്. അത് വിവരമുള്ളവർക്ക് ഈ സിനിമ കാണുമ്പോൾ അവരെന്തായാലും ചിന്തിക്കും. അല്ലാത്തവരെന്തോ നോക്കി കണ്ടു ഇറങ്ങി എന്നിട്ട് അവസാനം ഈ സിനിമ ലാഗാണ്, സുഖമില്ല, തല്ലിപ്പൊളിയാണ്, ഇങ്ങനെയൊക്കെ പറയാവുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പോൾ ഇതിൽ ഈ സാൻഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് ഈ സിനിമയുടെ തന്നെ ഹൈലൈറ്റ്. അത് റിയൽ മാറ്ററാണ് കേട്ടോ, വെറുതെ ഇമാജിൻ മാറ്റർ അല്ല, ഒരു റിയൽ. ഇപ്പോൾ ലോകത്ത് ശാസ്ത്രം എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിനുള്ളൊരു തെളിവാണ് ആ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെയാകും എന്ന് ചിന്തിപ്പിക്കുന്നത് നമ്മളെ ഈ സിനിമ. അപ്പോൾ ഈ സാൻഡിയും ഹരിതയും, അതിൽ സാൻഡി ഹരിതയെ പ്രണയത്തോടെയാണ് നോക്കുന്നത്. അതായത് ഈ സിനിമയിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും അറിയാം, ഈ സിനിമയിൽ ലാലേട്ടനും മാളവിക മോഹനും ആണ് ഹീറോ ഹീറോയിൻ എന്ന് അറിയാം. അപ്പോൾ ആ ലെവലിൽ തന്നെ ട്രെയിലറിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയം വളരെ വലിയൊരു തെറ്റാണ്. അത് സിനിമ കാണുമ്പോൾ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ചിന്തിക്കും, ഞാനും ചിന്തിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഈ സാൻഡിക്കുള്ള പ്രത്യേകത, ആ പ്രത്യേകതയിൽ നിന്ന് ഉണ്ടായ ആളല്ലേ ഈ ഹരിത അല്ലേ? അങ്ങനെയാണല്ലോ സംഭവം. അത് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർ സിനിമ കണ്ട് മനസ്സിലാക്കുക. വളരെ ഹൈലൈറ്റായ ഒരു സംഭവം തന്നെയാണത്. അപ്പോൾ ആ പ്രത്യേകതയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു കഥാപാത്രത്തിൽ ഈ സാൻഡി ഹരിതയും തമ്മിൽ അവരുടെ പ്രണയ സാഫല്യം ഉണ്ടാവുകയാണെങ്കിൽ, ആ സാൻഡി ഹരിത ഇവർ തമ്മിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിക്കുകയാണെങ്കിൽ, ആ ഒരു പ്രത്യേകത തന്നെയല്ലേ അവിടെ ഹരിതയിൽ പ്രവർത്തിക്കുക അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തിക്കണം. ഇങ്ങനെ നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ചില സിനിമകളിലൊക്കെ എപ്പോഴെങ്കിലേ കിട്ടുകയുള്ളൂ. അത് ഈ സിനിമയിൽ വളരെ മനോഹരമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിലുണ്ട്.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് ശരിക്കും ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് പ്രേക്ഷകർക്ക്. അത് പലരും പറഞ്ഞു, സിനിമ കണ്ടവരും എനിക്ക് തോന്നി തന്നെ എൻ്റെ അടുത്ത് മറ്റുള്ളവരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ആ കാര്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടവേള വരെ ഈ സിനിമ ഇങ്ങനെ തന്നെ പോകുന്നു. അതിന് ശേഷവും കാര്യങ്ങൾ ഇതേപോലെ ഉണ്ട്. അപ്പോൾ ഇടവേള വരുമ്പോൾ പൊതുവെ ഇൻ്റർവെൽ ബ്ലോക്ക് ഭയങ്കരമായിട്ട് കൊടുത്തിരുന്നു ഈ സിനിമയിൽ എന്നൊക്കെ പലപ്പോഴും പല സിനിമകളിലും നമ്മൾ പറയാറുണ്ട്. കാരണം അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ ഇതിൽ ഇടവേളയിൽ അങ്ങനത്തെ ത്രില്ലിങ് കൊടുത്തില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥാപാത്രങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഇടവേള എന്ന് എഴുതി കാണിക്കുന്നത്. ശരിക്കും നല്ലൊരു ത്രില്ലിങ്ങിലാണ് സിനിമ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കഥാപാത്രങ്ങൾ എന്തായി തീരും എന്നൊരു ചിന്ത അവിടെ തരികയാണ്. ഞാനിത് അന്നപ്പെട്ട് ഇതിങ്ങനെ പോയിട്ട് അവസാനം ഇവർ കൊളാക്കി ആകെ കൈ തരുമോ ഈ കഥയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സിനിമ കണ്ട്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷവും സിനിമയിൽ എവിടെയും ഒരു ലാഗില്ല. നല്ല കോമഡിയാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല അഭിനയമാണ്. അതേപോലെ ഈ സിനിമയിൽ സത്യൻ അന്തിക്കാട് സാറ് ആ ഫാമിലി ടച്ച് കൃത്യമായിട്ട് ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. എവിടെയും ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഈ സിനിമ തരുന്നുണ്ട്. നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. അതേപോലെ സാൻഡി ദേവിക ക്യാരക്ടറുകൾ, ദേവിക പറഞ്ഞ സംഗീത മാധവൻ, അവർ തമ്മിലും സിനിമയിൽ ഇതേപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സാൻഡിയിലുള്ള പ്രത്യേകത ദേവികയ്ക്കും ബാധകമാണ്. അപ്പോൾ സാൻഡിയും ദേവികയുമാണ് ആ പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അവിടെ തെറ്റൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് സിനിമ കണ്ടവർക്കറിയാം. അതേപോലെ ഈ ദേവികയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വേലക്കാരിയുണ്ട്. ആ വേലക്കാരിയും ലാലേട്ടനോട് എന്ത് ബന്ധമാണെന്ന് അത് സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെയും ചില കാര്യങ്ങൾ, സൂചനകൾ ഈ അഖിൽ സത്യൻ കൊടുത്തിട്ടുണ്ട് ആ കഥയിൽ. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഈ രീതിയിൽ സാൻഡിയിലേക്ക് വരാൻ കാരണം തന്നെ ആ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയൊരു പ്രത്യേകത ശരിക്കും റിയലായിട്ട് ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയിൽ എങ്ങനെ നോക്കി കാണും എന്ന് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ് ഹൃദയപൂർവ്വം കേട്ടോ. ഈ ഓണക്കാലം നന്നായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ശരിക്കും ചിന്തിക്കാനും അതേപോലെ ആ സിനിമ ഒരു പൂർത്തീകരണം, നല്ലൊരു പൂർത്തീകരണം കണ്ട് സന്തോഷിച്ച് പുറത്തിറങ്ങാനും പറ്റിയ സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം. ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയിൽ ഭയങ്കര മോശമായ കാര്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നല്ല. ശാസ്ത്രം വളർന്നിരിക്കുന്ന ലെവലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആ വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുകയാണ് ഈ സിനിമയിലെ ഒരു പ്രധാന മാറ്റർ. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേപോലെ ഈ സിനിമയിലൂടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. കാരണം ഈ ഒരു ക്യാരക്ടർ എവിടെ തുടങ്ങുന്നോ അവിടുന്ന് ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കണമോ അത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ശരിക്ക് ഇപ്പോൾ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ, ആ മംഗലശ്ശേരി നീലകണ്ഠനെ നമുക്ക് മറക്കാൻ കഴിയുമോ? യഥാർത്ഥത്തിലുള്ള സ്റ്റോറിയിൽ നിന്നാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. ആ ശരിക്കുള്ള മംഗലശ്ശേരി നീലകണ്ഠനേക്കാളും ഒരുപടി മേലെയായിട്ട് തന്നെ ലാലേട്ടൻ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ കിരീടത്തിലെ സേതുമാധവനെ, ആ നിസ്സഹായനായ ചെറുപ്പക്കാരനെ നമുക്ക് മറക്കാൻ കഴിയുമോ? അതേപോലെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ റോളുകളെയും നമുക്ക് മറക്കാൻ കഴിയുമോ? ആ റോള് ആ സിനിമയിൽ തുടക്കം എങ്ങനെ തുടങ്ങുന്നോ അതിൽ നിന്ന് അവസാനിപ്പിക്കുന്നത് വരെ ആ റോളിൽ തന്നെ അദ്ദേഹം അങ്ങനെ നിലനിന്ന് പോകും. അതുകൊണ്ടാണ് ആ റോളുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും സാൻഡി കഥാപാത്രം എന്നേക്കും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ രീതിയിൽ ലാലേട്ടനെ ചൂഷണം ചെയ്തെടുക്കാൻ, അതായത് കലാകാരൻ എന്ന നിലയ്ക്ക് ചൂഷണം ചെയ്തെടുക്കാൻ പല ഡയറക്ടർമാർക്കും ഇപ്പോൾ കഴിയുന്നില്ല. ഇതിനു മുമ്പ് ഇറങ്ങിയ കുറച്ച് സിനിമകളൊക്കെ അതുകൊണ്ടാണ് എന്തൊക്കെയോ ആയിപ്പോയ അവസ്ഥ ലാലേട്ടൻ്റെ ചില സിനിമകളിൽ ഉണ്ടായത്.
ഇതുപോലെ എടുക്കുക. അതിനൊക്കെ സത്യനന്ദിക്കാട് സാറൊക്കെ മുന്നിട്ട് ഇറങ്ങണം ഇതേപോലെ, എന്നാലേ നമുക്ക് ഇത്തരം കഥാപാത്രങ്ങളെ ലഭിക്കുകയുള്ളൂ. അപ്പം ഈ രീതിയിലൊക്കെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം അത് എന്താകുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഈ സിനിമയിൽ ഉത്തരങ്ങളുണ്ട്. അതേപോലെ ലാലേട്ടൻ്റെ ആ സാൻഡിക്കും ഈ സിനിമയിൽ ഒരു പൂർത്തീകരണം കൊടുക്കുന്നുണ്ട് അവസാനമാകുമ്പോഴേക്ക്. ആ പൂർത്തീകരണത്തിന് ഒരു ഡയലോഗിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആ ഡയലോഗൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ കഴിയണമെങ്കിൽ നല്ലൊരു ഡയറക്ടർക്ക് സാധിക്കുകയുള്ളൂ. അത് ഈ സിനിമയിലുണ്ട്.